ഒരു സെക്കൻഡിൽ വരുന്ന തീയാണതാ, ഒരു സെക്കൻഡിൽ വരുന്നത്. നമുക്ക് ഈ സേഫ്റ്റി ഉണ്ടെങ്കിൽ എന്ത് ലീക്കേജോ ഡാമേജോ എന്തുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ട്യൂബ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. മെയിൻ സാധനം ഇതാ ഒരു സെക്കൻഡിൽ വരുന്നതാണ്. നമുക്കതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണ സേഫ്റ്റിയാണ്. ഗ്യാസ് അപകടം പൂർണ്ണമായിട്ട് ഒഴിവാക്കും. ഇതിൽ ഫുൾ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിലും നമുക്ക് അറിയാൻ പറ്റാം ഓഫ് ആയി കഴിഞ്ഞു. ഇപ്പൊ ഇതില് ഗ്യാസ് ഫുള്ളാണ് ഉണ്ടാവും. അപ്പൊ ഫുള്ളാണെങ്കിലും കാലിയാണെങ്കിലും അറിയാനും പറ്റും. വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് വളരെ പ്രയോജനമുള്ള ഒരു കാര്യം പരിചയപ്പെടുത്തുകയാണ്. നമ്മളെല്ലാവരും ഗ്യാസ് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഗ്യാസ് സേവ് ചെയ്യാനും അതോടൊപ്പം ഗ്യാസിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനും, ഗ്യാസ് സ്റ്റവ് അപകടങ്ങൾ ഒരുപാട് വീഡിയോകളും അല്ലാതെയൊക്കെ പലയിടത്തും നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള വലിയ നല്ല പ്രയോജനമുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ എന്റെ കൂടെയുള്ള വിശ്വാസ് അദ്ദേഹം പറയും. നമ്മുടെ വീട്ടില് സാധാ റെഗുലേറ്റർ ആണുള്ളത്. ഒന്ന് ഗ്യാസ് ലീക്ക് ആവേ തീപിടുത്തം എന്താണ് നമ്മൾ വന്ന് ഓഫ് ചെയ്യണം. ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവില്ല. ഗ്യാസിന്റെ അളവോ ഒന്നും നമുക്കറിയില്ല. ഗ്യാസ് നമുക്ക് സേവിങ്സ് ഇല്ല. സാധാ റെഗുലേറ്റർ. ഇനി നമ്മൾ ഏജൻസിയിൽ നിന്ന് കൊണ്ടുവരുന്ന സിലിണ്ടറിൽ ഏറ്റവും അപകടം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തൊരു വാഷുണ്ട്. വാഷ് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധാ റെഗുലേറ്റർ, അതായത് ഇത് വെക്കുമ്പോഴത്തേക്ക് ഗ്യാസ് ലീക്ക് ആവും. നമുക്ക് ഗ്യാസിന്റെ അപകടം ഉണ്ടാവും. ഇതെന്ന് വെച്ചാൽ ഗ്യാസ് സേഫ്റ്റിയാണ്. ഒരു അപകടത്തിൽ ഗ്യാസിന്റെ ലീക്കേജോ തീപിടുത്തം എന്നുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ട്രിപ്പ് ആവും. അപ്പൊ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇത് സാധാ റെഗുലേറ്റർ പോലെ തന്നെ ഇങ്ങനെ വെക്കുക, ഓൺ ചെയ്യുക. ഗ്യാസ് പുറത്തേക്ക് വരില്ല. ഇതിന്റെ മേളിൽ നമ്മൾ സാധാ റെഗുലേറ്റർ വെക്കുന്നു, ഓൺ ചെയ്യുക. ഇനി നമ്മൾ വർഷങ്ങളായിട്ട് സിലിണ്ടർ ഉപയോഗിക്കണം. ഗ്യാസിന്റെ അളവ് അറിയില്ല. അപ്പൊ ഗ്യാസിന്റെ അളവ് അറിയണമെങ്കിൽ ഈ മീറ്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇപ്പൊ പകുതിയായി, ഫുള്ളാകുമ്പോൾ മേളിൽ വരും, കാലിയാകുമ്പോൾ റെഡിൽ വരും. അത് നമുക്ക് മെയിനായിട്ട് അറിയാൻ പറ്റും. ഇനി നമ്മൾ ഈ കത്തിക്കുന്ന സമയത്ത് വെള്ളം തിളച്ച് പാല് തിളച്ച് എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഇതോട്ടെ ഓഫ് ആയ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അണഞ്ഞു പോകും. നമ്മൾ പാല് തിളച്ച് വെള്ളം തിളച്ച് അണഞ്ഞു വരും. നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നത് സാധാ റെഗുലേറ്റർ ആണ്. ഈ സാധാ റെഗുലേറ്റർ ഗ്യാസ് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് വരും. ഇത് പുറത്തേക്ക് വരത്തില്ല. ഇതിന്റെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കും. ഇത് നമുക്ക് ഇത് പ്രഷർ വേരിയേഷൻ ആയതുകൊണ്ട് ഈ ട്യൂബിലെ ഗ്യാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പുറത്തേക്കുള്ള ഗ്യാസ് സ്പ്രെഡ് ചെയ്ത് വരത്തില്ല. നമ്മുടെ സാധാ റെഗുലേറ്റർ ഗ്യാസ് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് തരും. ഇത് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യില്ല. ഇതിന്റെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കും. ഇനി ഇപ്പൊ അണഞ്ഞിട്ട് 1 സെക്കൻഡായി. നമ്മുടെ വീട്ടിൽ സാധാരണ തീ ആളി കത്തുന്നുണ്ടോ? ഇത് നോർമലി നമ്മൾ കത്തുന്നത് പോലെ. അതുകൊണ്ട് 30% ഗ്യാസ് നമുക്ക് സേവിങ്സ് ആണ്. ഇത് കണ്ടല്ലോ, ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. കണ്ടോ, അതിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. നോർമലിയെ കത്തിയുള്ളൂ, അല്ലെങ്കിൽ തീ ആളി കത്തും. ഇനി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ട്യൂബ് ഇളവേ മുറിയെ ചെയ്ത് എന്ത് പറ്റും? ഗ്യാസ് ലീക്കാവും, തീപിടുത്തം ഉണ്ടാവും. ഈ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ട്യൂബ് എടുക്കുകയാണെങ്കിൽ മീറ്റർ നോക്കാം. നമുക്ക് സേഫ്റ്റി ലൈവ് അത് നോക്കിയാലേ അറിയാം. മീറ്ററും കൂടെ ശ്രദ്ധിക്കണേ. ആ മീറ്റർ നോക്കിയാൽ മീറ്റർ കാണുന്നുണ്ട്. മീറ്റർ ട്യൂബ് ഇളക്കി ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ട്രിപ്പ് ആയി കഴിഞ്ഞു. ഗ്യാസ് ഒരു തുള്ളി പോലും വരുന്നില്ല. അതാ ഇതൊന്നും ഞാൻ ഓഫ് ചെയ്യില്ല, ലൈവാണ്, വരുന്നില്ല. നമ്മുടെ വീട്ടിലാണെങ്കിൽ അതാ ഇവിടെ കൊണ്ട് ഇതുപോലൊരു തീപിടുത്തം മേലോട്ട് ഉണ്ടായി കഴിഞ്ഞ 1 സെക്കൻഡ് മതി നമ്മുടെ വീട്ടിൽ തീപിടുത്തം ഉണ്ടാവാൻ. ഇനി എത്ര ക്വാളിറ്റി ഉള്ള ട്യൂബായാലും വർഷത്തിൽ മാറണമെന്ന് ഏജൻസി പറഞ്ഞിട്ടുള്ള 5 വർഷം കഴിഞ്ഞാലും മാറൂല. ഈ ട്യൂബിന്റെ ഡാമേജോ എന്തെങ്കിലും ഒരു കാരണവശാൽ ലീക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സാധാ റെഗുലേറ്റർ തീപിടുത്തം ഉണ്ടാവും. ഇതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ട്രിപ്പ് ആവും. ഗ്യാസിന്റെ ഒരു അപകടം ഉണ്ടാവില്ല. ഗ്യാസ് നമുക്ക് സേവിങ്സ് ആണ്. നമുക്ക് വീട്ടിന് അകത്താണ് നമ്മൾ കൂടുതലും പേരും വെക്കുന്നത് സിലിണ്ടർ. നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇവിടെ മാത്രമേ ഓഫ് ചെയ്യാറ്. മിക്ക ദിവസം സിലിണ്ടർ പോലും ഓഫ് ചെയ്യില്ല. പക്ഷെ നമുക്ക് ഈ സേഫ്റ്റി ഉണ്ടെങ്കിൽ, നമുക്കിത് ഓഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് ട്രിപ്പ് ആയിക്കൊള്ളുന്ന എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് ലീക്ക് എന്തെങ്കിലും ഉണ്ടാവുക, ലൈവാണ്, തുറന്നു വിടുക, ഓഫ് ആയി കഴിഞ്ഞു. ഒരു കാരണവശാലും ഗ്യാസിന്റെ ഒരു അപകടം നമുക്കുണ്ടാവില്ല.